വിവാഹത്തിന് വേണ്ടി കണ്ട് ഇഷ്ടപ്പെട്ടാൽ മൊബൈൽ ഫോൺ കൈമാറുന്ന ചിലരുണ്ട്. ആ ഫോൺ എന്തിനാണ്? അവനും അവൾക്കും ഇങ്ങനെ വിളിച്ച് രസിക്കാനാണ്. ചോദിക്കട്ടെ, നിക്കാഹ് നടക്കുന്നത് വരെ അതൊരന്യ പെണ്ണല്ലേ? നീയും ഒരന്യ പുരുഷനല്ലേ? ചോദിക്കട്ടെ, അന്യ പെണ്ണിന്റെ ശബ്ദം കേട്ട് രസിക്കൽ ഹറാമല്ലേ? അന്യ പെണ്ണിന്റെ ശബ്ദം കേട്ട് രസിക്കൽ ഹറാമല്ലേ? അന്യ പെണ്ണിന്റെ ശബ്ദം വെറുതെ കേൾക്കുന്നുവെങ്കിൽ അത് ഹറാമല്ല. ഉദാഹരണത്തിന് ഒരു വാതിലിന് പോയി അല്ലെങ്കിൽ ബെല്ല് പോയി അടിച്ചു. ഇവിടെ അതാ ഭർത്താവ് ഇവിടെ ഉണ്ടോന്ന് ചോദിച്ചപ്പോ ഇല്ല എന്ന് പറയുമ്പോൾ കേട്ടുകൂടാന്നല്ല, അതിന് കുഴപ്പമില്ലല്ലോ, അന്യപെണ്ണിന്റെ ശബ്ദമല്ലേ കേട്ടത്, അതിന് കുഴപ്പമില്ല. അല്ലെങ്കിൽ അതാ ഒരാൾ വന്നിട്ട് ഒരു മുസ്ലിയാരോട് ഫോണിലോ അല്ലാതെയോ ഒരു മസ്അല ചോദിക്കുകയാണ്, അത് ഈ മുസ്ലിയാർക്ക് കേട്ടുകൂടാ എന്നില്ല. അതുപോലെ അന്യ പെണ്ണും അന്യാണും തമ്മിലൊരിടപാട് നടക്കുകയാണ്. ആയിഷ, നിന്റെ പശുവിനെ നീ വിൽക്കുമോ? അപ്പൊ അവള് പറയാണ് വിൽക്കും, 20,000 ഉറുപ്യ കിട്ടണം. അപ്പോൾ അത് കേൾക്കുന്നത് തെറ്റല്ല, അങ്ങനെ ആവശ്യത്തിന് സൗണ്ട് കേൾക്കുന്നത് തെറ്റല്ല. അതേ സമയത്ത് പറയട്ടെ, ശബ്ദം കേട്ട് രസിക്കൽ ഹറാമാണ്. ഞാൻ ചോദിക്കട്ടെ, അതാ വധുവാകാനും വരനാകാനും ഉദ്ദേശിച്ച് കണ്ട് ഇഷ്ടപ്പെട്ട രണ്ട് ചെറുപ്പക്കാർ, ആ ചെറുപ്പക്കാരനായ പുരുഷനും ചെറുപ്പക്കാരിയായ പെണ്ണും അവര് തമ്മിൽ സംസാരിക്കുന്ന സംസാരം മുഴുവനും ശബ്ദം കേട്ട് രസിക്കാനല്ലേ? ആ രസം തെറ്റല്ലയോ? അതുകൊണ്ട് അങ്ങനെ രസിക്കണോ? നിങ്ങളോട് പറയാം. പക്ഷേ ഒരു കാര്യമുണ്ട്, അന്ന് തന്നെ ആ അമ്മോശൻ അവിടെ നിന്ന് അങ്കത്തുക ബിന്ദി എന്നെന്ന് പറയട്ടെ, നീ ഖബൽതു നിക്കാഹ എന്ന് നീ അങ്ങോട്ട് വന്നങ്ങ് പറഞ്ഞോ, അത് കേൾക്കാൻ രണ്ടാള് പുരുഷന്മാര് അവരും ഉണ്ടാകട്ടെ. ഒരു ഖാദിയും ഇല്ലെങ്കിൽ കുഴപ്പമില്ല, ഒരു നാട്ടുമൂപ്പനും ഇല്ലെങ്കിൽ കുഴപ്പമില്ല. നിക്കാഹ് നടന്നിട്ടാണോ നിനക്ക് എത്രയും വിളിക്കാം, എത്രയും രസിക്കാം, ഒരു കുഴപ്പവുമില്ല. നിക്കാഹ് നടക്കാതെ അന്യ സ്ത്രീയും അന്യ പുരുഷനും അതാ സംസാരിച്ച് രസിക്കുന്ന ഏർപ്പാട് അത് പരിശുദ്ധ ഇസ്ലാമിന്റെ ദൃഷ്ടിയിൽ പാടുള്ളതല്ല കേട്ടോ.